ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മൈ റിയൽ ലൈഫ് സ്റ്റോറിയിൽ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ചില ആശയങ്ങളാണ്, അറിയിപ്പുകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. 2025 അധ്യയന വർഷത്തിൽ സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡ് കാലോചിതമായി ചില മാറ്റങ്ങൾ പാഠ്യ പദ്ധതികളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു പഠന രീതിയാണ് ഇന്നത്തെ ഡിജിറ്റൽ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ പിഞ്ചു മക്കൾക്ക് അവരുടെ മനസ്സിലേക്ക് അക്ഷരങ്ങളും അക്കങ്ങളും ആയത്തുകളും ഖുർആൻ സൂക്തങ്ങളും എല്ലാം വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കുന്നതിനും ഖുർആൻ ഓതുന്ന രീതിയും ശൈലിയും എല്ലാം അവരുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന രീതിയിലേക്കും പഠനത്തെ മാറ്റിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് ഇത്തവണ നമുക്ക് മദ്രസ പാഠങ്ങളിലൊക്കെ നമ്മൾ കണ്ടുവരുന്നത്. ക്ലാസ് റൂമുകളൊക്കെ സ്മാർട്ട് റൂമുകളാക്കിയും അതുപോലെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടു കൂടി ക്ലാസ് മുറികളെയൊക്കെ നവീകരിച്ചു കൊണ്ടുള്ള ഒരു പഠന രീതിയാണ് സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മക്കളെപ്പോലെ അവരുടെ പേരൻസും രക്ഷിതാക്കളും വളരെ കൃത്യമായി ഈ ആശയങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമ്മുടെ വിദ്യാഭ്യാസത്തെ നമ്മുടെ മക്കൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ നൽകാൻ വേണ്ടി നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്താണ് QR കോഡ്, എങ്ങനെയാണ് QR കോഡിനെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് പല രക്ഷിതാക്കൾക്കും അറിവില്ല. അപ്പോൾ അത് ഉപയോഗിക്കേണ്ട രീതിയും അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളും അതുകൊണ്ട് നമ്മുടെ മക്കളിൽ അവരുടെ പഠന രീതിയിൽ വരുത്താവുന്ന മാറ്റങ്ങളും അതുകൊണ്ടുണ്ടാവുന്ന ഗുണങ്ങളുമൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം മദ്രസകളെല്ലാം റമദാൻ ലീവിന് ശേഷം തുറന്നു പ്രവർത്തനം ആരംഭിച്ചു. ഖുർആനും മദ്രസ പുസ്തകങ്ങളെല്ലാം നമ്മുടെ പിഞ്ചു മക്കൾക്ക് ലഭിച്ചു തുടങ്ങി. പുസ്തകങ്ങൾ വീടുകളിലെത്തി രക്ഷിതാക്കൾ പുസ്തകം തുറന്നു നോക്കിയപ്പോൾ എല്ലാ പേജിലും QR കോഡുകൾ കാണുന്നു. ഇതെന്തിനാണ്, ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാത്ത രക്ഷിതാക്കളും നമുക്കിടയിലുണ്ട്. എന്നാൽ ഇന്ന് ഡിജിറ്റൽ കാലഘട്ടത്തിൽ നമ്മുടെ പിഞ്ചു മക്കളൊക്കെ ഈ മേഖലയിൽ വളരെയേറെ കഴിവ് ഉള്ള മക്കളായിട്ടാണ് നമ്മളൊക്കെ കണ്ടുവരുന്നത്. QR കോഡിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ പാഠപുസ്തകങ്ങളിലെ ഖുർആൻ സൂക്തങ്ങളും ആയത്തുകളും അല്ലെങ്കിൽ ആ പാഠത്തിൻ്റെ കൂടുതൽ വിശദീകരണങ്ങളും നമുക്ക് ലഭിക്കുന്നതിനാവശ്യമായിട്ടാണ് ആ ഒരു QR കോഡിന് അവിടെ നൽകിയിരിക്കുന്നത്. നമ്മുടെ സ്മാർട്ട് മൊബൈൽ ഫോൺ കയ്യിലെടുത്തുകൊണ്ട് അതിൽ ഗൂഗിൾ എന്ന് നമ്മൾ സെർച്ച് ചെയ്യുക. അതിനുശേഷം ഗൂഗിൾ എന്ന ആപ്പ് അല്ലെങ്കിൽ പേജ് അവിടെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു ക്യാമറയുടെ ഐക്കൺ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ ക്യാമറയുടെ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ പാഠപുസ്തകത്തിൽ കാണുന്ന QR കോഡിന് നേരെ ക്യാമറ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ലിങ്ക് പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ കാണപ്പെടുന്ന ആ ലിങ്കിൽ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോയിലേക്ക് അല്ലെങ്കിൽ ദൃശ്യ ആവിഷ്കാരത്തിലേക്ക് ആ QR കോഡ് നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കുന്നതാണ്. ഇപ്പോൾ സൂറത്ത് യാസീനാണ് നമ്മൾ QR കോഡ് വഴി അടിച്ചതെങ്കിൽ ഗൂഗിൾ വഴി യൂട്യൂബിലേക്ക് പ്രവേശിച്ചുകൊണ്ട് അവിടെ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നതായിട്ട് നമുക്ക് കേൾക്കുവാനും കാണുവാനും സാധിക്കും. അങ്ങനെ നമ്മുടെ പിഞ്ചു മക്കൾക്ക് സമസ്തയുടെ കീഴിൽ വരുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒരേ ശൈലിയിലും ഒരേ രീതിയിലുമുള്ള ഖുർആൻ പാരായണവും മറ്റു പഠന ക്ലാസ്സുകളും തജ്വീദുകളും അക്ഷരങ്ങളും അക്കങ്ങളും ഒക്കെ നമുക്കവിടെ കേൾക്കുവാനും വളരെ എളുപ്പത്തിൽ അത് മനസ്സിൽ പതിച്ചുകൊണ്ട് നമുക്ക് പഠിച്ചെടുക്കുവാനും സാധിക്കാവുന്നൊരു രീതിയിലേക്കാണ് സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡ്
ഈ അധ്യയന വർഷത്തെ പുസ്തകങ്ങളൊക്കെ രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഈ ആശയത്തെ പെട്ടെന്ന് ഉൾക്കൊള്ളുവാനും ഖുർആനും തജ്വീദും മറ്റു ചരിത്രങ്ങളും അക്ഷരങ്ങളും അക്കങ്ങളും എല്ലാം വളരെ വേഗത്തിൽ തന്നെ മനഃപ്പാഠമാക്കുവാനുള്ളൊരു അവസരമാണ് ഈ ഒരു ഡിജിറ്റൽ വിദ്യാഭ്യാസ രീതിയിലൂടെ സമസ്ത കൊണ്ടുവന്നിരിക്കുന്നത്. മക്കളോടൊപ്പം തന്നെ നമ്മൾ മാതാപിതാക്കളും ഒരുമിച്ചിരുന്നു കൊണ്ട് അവരുടെ സംശയങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള മറുപടികളും അവരോടൊന്നിച്ചിരുന്നു കൊണ്ട് അവരെ പഠിപ്പിക്കുന്നതിനുള്ളൊരു സമയമൊക്കെ കണ്ടെത്തിയാൽ മാത്രമാണ് ഈ ഒരു വിദ്യാഭ്യാസ രീതിയെ നമുക്ക് വളരെ വേഗത്തിൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടി സാധിക്കുക. അപ്പോൾ ഈ സിസ്റ്റം വളരെ സ്വാഗതാർഹമാണ്. പ്രത്യേകിച്ച് ഭൗതിക വിദ്യാഭ്യാസ രംഗത്തും ഡിജിറ്റൽ ക്ലാസ് റൂമുകളുടെ മുന്നേറ്റം, ക്ലാസ്സുകളൊക്കെ സ്മാർട്ടായി കഴിഞ്ഞിരിക്കുന്നു. നല്ല പഠനാന്തരീക്ഷം ഒക്കെയാണ് ഭൗതിക സാഹചര്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് സമസ്തയുടെ കീഴിൽ വന്നിരിക്കുന്ന മദ്രസകളിലെല്ലാം ഇത്തവണ കുറച്ചെങ്കിലും ഡിജിറ്റൽ സ്മാർട്ട് ക്ലാസ്സുകളാക്കി മാറ്റിക്കൊണ്ട് കുട്ടികളുടെ പഠന മികവും എല്ലാം വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വേളയിൽ നാം എല്ലാവരും ഈ ഒരു രീതിയെ സ്വാഗതം ചെയ്തുകൊണ്ട് അവരോടൊപ്പം കൂടെ നിന്നുകൊണ്ട് അവർക്കാവശ്യമായിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നൽകുക. മത വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളിവിടെ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇന്ന് ഈ കാലഘട്ടത്തിൽ മതവിദ്യാഭ്യാസത്തിൻ്റെ കുറവ് മൂലം നമ്മുടെ മക്കളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപാട് അനർത്ഥങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കൾ ഉണ്ടായിട്ടും അവർക്ക് മതവിദ്യാഭ്യാസം നൽകാതെ പോയാൽ മാതാപിതാക്കൾക്ക് ഭാവിയിൽ അത് വലിയൊരു നഷ്ടമായിട്ട് തന്നെ മാറും. അതുകൊണ്ട് തന്നെ മതവിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പിഞ്ചു മക്കളെയെല്ലാം ആവുന്നത്രയും ഇന്ന് സമസ്തയുടെ കീഴിൽ ഹയർ സെക്കൻഡറി വരെ മിക്ക മദ്രസകളിലും നമുക്ക് പഠിക്കുവാനുള്ള സൗകര്യമുണ്ട്. അപ്പം അതിനാവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നും നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ മദ്രസയിൽ വന്നിട്ടുള്ള ഈ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടെയുള്ള പഠന രീതിക്ക് എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവും നൽകണമേ എന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ ഈ മൈ റിയൽ ലൈഫ് സ്റ്റോറി ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഇൻഫർമേഷനുമായി, ജീവിതാനുഭവങ്ങളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.